കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ന് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തും. നഗരം ചുറ്റി ഘോഷയാത്ര 3 മണിയോടെ അത്തം നഗറിൽ തിരികെ എത്തും. അവിടെ നിന്ന് നമ്മുടെ പ്രതിനിധികളൊക്കെ ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം രാഗിനിലേക്കാണ്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ആരംഭിക്കുമല്ലോ. ഒരുക്കങ്ങളൊക്കെ അവസാന വട്ടത്തിലാണോ അതോ എല്ലാം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണോ എല്ലാവരും? അത്തം ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരുടെ കലാപ്രകടനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഏത് സ്കൂളിലാണ്? എന്താണ് ഒന്ന് കളിക്കാവോ ചവിട്ടാടകം? കുട്ടികൾ നമുക്ക് വേണ്ടി ചവിട്ടുനാടകം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ആഘോഷം തകർക്കും പൊളിച്ചടുക്കും ചവിട്ടാടകം. എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും പങ്കെടുത്ത് ഫസ്റ്റ് മേടിക്കാറുള്ളതാ. ഫുൾ സെറ്റാണ്. ഹാപ്പി ആണോ? അപ്പൊ കുട്ടികളൊക്കെ തന്നെ നല്ല വൈബിലാണ്. ഇവിടെ ഒരുപാട് ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും ആഘോഷത്തിലാണ്. സ്കൂൾ കുട്ടികൾ അതോടൊപ്പം തന്നെ നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരക്കും. ഈ കുട്ടികളൊക്കെ തന്നെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ടവരാണ്. അവരൊക്കെ തന്നെ നാടൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കലാപരിപാടിക്കാർക്കൊക്കെ സമ്മാനങ്ങളുണ്ടല്ലേ? കഴിഞ്ഞ തവണകളിലൊക്കെ സമ്മാനം നേടിയ കാര്യം കുട്ടി പറയുന്നുണ്ടായിരുന്നു. അതെ, നല്ല മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് സമ്മാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ഏവരും പങ്കെടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു വർണ്ണവൈവിധ്യ കാഴ്ചകളിലേക്ക്, വർണ്ണശബളമായിട്ടുള്ള കാഴ്ചകളിലേക്ക് തൃപ്പൂണിത്തുറ പോവുകയാണ്. അതോടൊപ്പം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരമായിട്ടുള്ള ആ ഒരു സ്മരണകൾ ഉണർത്തുന്ന ഓണാഘോഷ ചടങ്ങുകളിലേക്ക്, ആ ഓണത്തിന് ഇന്ന് അത്തമാണ്, അത്തം 10 പൊന്നോണമാണ്. ആ പൊന്നോണ നാളുകളിലേക്ക് നമ്മൾ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് അത്തം ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇവിടെ ഉദ്ഘാടനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ മഴ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. സാധാരണ ഇത്തരത്തിൽ മഴയും വെയിലും ഒക്കെ ആയി തന്നെയാണ് ഈ അത്തം ഘോഷയാത്ര കടന്നു പോകാറ്. അതൊന്നും ബാധിക്കാറില്ല. എന്തായാലും ഈ മഴയൊന്നും ബാധിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് കുട്ടികൾ നമ്മളോട് നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തത്. അവരൊക്കെ തന്നെ വലിയ ത്രില്ലിലും അതോടൊപ്പം തന്നെ ഓണാഘോഷത്തിന്റെ അത്തം ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളിലുമാണ്. നേരത്തെ നമ്മൾ ശ്യാമപ്രസാദ് ഉത്തമനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അവിടെ പുലികളിയും അതോടൊപ്പം തന്നെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു. അങ്ങനെ എല്ലാ നാടൻ കലാരൂപങ്ങളും ഇവിടെ അണിനിരക്കും. അത്തരത്തിലുള്ള ഒരു സുന്ദര കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നു. ആ കാഴ്ചകളിലെയാണ് നമുക്ക് ഇപ്പോൾ ഇനി കാണാൻ കഴിയുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. ഇപ്രാവശ്യത്തെ അത്തം ഘോഷയാത്ര സ്പീക്കർ എൻ ഷംസീറാണ് ഉദ്ഘാടനം ചെയ്യുക. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് അത്തപതാക ഉയർത്തും. അത്തപതാക ഉയർത്തുന്നതോടുകൂടി ഇത്തവണത്തെ അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. അതോടൊപ്പം ഓണാഘോഷങ്ങൾക്കും ഔപചാരിക തുടക്കം എന്ന നിലയിൽ തന്നെയാകും. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ അത്തം നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.